എൻ്റെ വൈഫ് യൂട്യൂബിൽ വന്നിട്ട് എന്നെക്കുറിച്ച് എന്തോരം വേണ്ടാതീനങ്ങൾ പറഞ്ഞെന്നറിയാവോ? ഇത് നിങ്ങൾ എഡിറ്റ് ചെയ്ത് വിടണേ പ്ലീസ്. ഷി ആക്ച്വലി കോൺടാക്റ്റഡ് സംബഡി ഫ്രം ദിസ് ജാസ്മിൻസ് ആർമി. പേര് നിയാസ്. ഞങ്ങൾ പിരിഞ്ഞ് താമസിക്കാൻ തുടങ്ങിയിട്ട് 5 കൊല്ലമായി. ഈ 5 വർഷം ഇല്ലാത്ത പ്രശ്നം ഇപ്പം എങ്ങനെയാണ് വന്നത്? ഷി വാസ് ആസ്കിങ് ലൈക്ക് ദിസ് ഈസ് ഹൗ ഡിവോഴ്സ് വർക്ക്സ്. ഗിവ് മീ മണി, ഐ വിൽ സ്റ്റോപ്പ് ടോക്കിംഗ്. എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്നും എൻ്റെ മോനെ ഞാൻ നോക്കാതിരുന്നു എന്നൊന്നും വേണ്ടാത്തരം പറയും. Do you miss your son? Like, obviously you will miss your son. It's in my blood. മാറില്ല. I lost myself കേട്ടോ. ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയാം. നിങ്ങളൊരു സീസൺ 1 ഒരാളെ മിസ് ചെയ്ത് നിങ്ങൾ പോട്ടെ വിടും. ദിയാസനാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കും തോന്നി അവൻ പാവമാണ്, അവനെ പുറത്ത് വിടണമായിരുന്നു. ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ആക്ടിവിറ്റീസ് ആണ് കാണിക്കുന്നത് എനിക്കറിയാം, പക്ഷെ എന്ത് ധൈര്യത്തിലാണ് വന്നിരുന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അതിനെ ട്രോൾ ചെയ്തൊരു സാധനം, ഞാൻ ഒരു ടെക്നീഷ്യനാണ്. അത് അവന്റെ ജോലി ചെയ്യുന്ന സമയത്ത് യു ക്യാൻ ടെൽ ദാറ്റ് എനിക്ക് കുറച്ച് ലെവൽ വേണം, എനിക്ക് കുറച്ച് ലെവൽ കുറയ്ക്കണം. അല്ലാതെ അവന്റെ ഉപ്പനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഹൂ വാസ് മൈക്കിൾ ജാക്സൺ? അയാള് സൗണ്ട് എഞ്ചിനീയർ ചോദിക്കുന്ന could you please reduce the volume on my ears? Okay, that's fine, thank you so much, God bless you. അതാണ് മൈക്കിൾ ജാക്സൺ. റെസ്പെക്ട്. എന്റെ ഫാൻസ് ചീത്ത വിളിക്കില്ല, 100% വിളിക്കില്ല. ബിക്കോസ് ദാറ്റ് വാസ് നോട്ട് മെയ്ഡ് ഫ്രം മണി. സൈബർ ബുള്ളിങ് ആരോട് ചെയ്താലും ഇറ്റ്സ് നോട്ട് ഓക്കെ, ഇറ്റ്സ് റോങ്. ഒരു ചേച്ചി ഇട്ടിരിക്കുന്ന കമന്റ് ആണ്, നീ മുക്കുവനല്ലേടാ. എന്താ കുഴപ്പം മുക്കുവനുണ്ട്? ഞാൻ മുക്കുവനാണെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോയി, ചേച്ചി വീട്ടിൽ ഇരുന്ന് ഫേസ്ബുക്കിൽ കമന്റ് അടിയുമോ? ബിഗ് ബോസ് ഒരു സിനിമയാക്കുവാണെങ്കിൽ എന്ത് ടൈറ്റിൽ ഇടും? ചന്ത. സീസൺ 6 ആണെങ്കിൽ എന്തായാലും ചേട്ടൻ സിനിമ ചെയ്യണമെന്നാണല്ലോ ആഗ്രഹം. ഇപ്പൊ ബിഗ് ബോസ് ഒരു സിനിമയാക്കുവാണെങ്കിൽ എന്ത് ടൈറ്റിൽ ഇടും? ചന്ത. സീസൺ 6 ആണെങ്കിൽ സീസൺ 6 ആണ് എൻ്റെ സിനിമയെങ്കിൽ സിനിമയുടെ ടൈറ്റിൽ പേര് ചന്ത. ഇതൊക്കെ കേട്ടിട്ട് ഈ ഇറങ്ങി വരുന്ന എവിക്റ്റഡ് ആയിട്ടൊക്കെ വരുന്ന കണ്ടസ്റ്റ് അവർക്ക് വിഷമാവൂലേ ചിലപ്പോ കേൾക്കുമ്പോ? ഉറപ്പായിട്ടും. അപ്പൊ അതൊരു അവർക്ക് എന്നെ മനസ്സിലാവും. ഫണ്ണായിട്ടല്ലേ ചോദിച്ചത്? ഞാൻ ഫണ്ണായിട്ടാണ് ആൻസർ പറഞ്ഞത്. വൈ ആർ യു ടേക്കിംഗ് ഇറ്റ് സീരിയസ്ലി? ഞാൻ സീസൺ എടുത്തല്ല, ഈ സീസൺ എടുക്കാൻ ഫണ്ണായിട്ട് എടുക്കണം. ഇത് ചന്ത. ഞാനും ഉണ്ട് അതില്. അങ്ങനെ പറയുവാണെങ്കിൽ പിന്നെ ഞാനും ഉണ്ടല്ലോ. ഞാൻ എന്തൊക്കെ ചന്തത്തരം കാണിച്ചതിനകത്ത് ഞാനും ഉണ്ട്, ഇൻക്ലൂഡഡ്. ചന്ത. അങ്ങനെ വല്ല ഐഡിയാസ് തോന്നിയോ ഉണ്ടായിരുന്നു അത് വെച്ചിട്ട്? അതായത് ബിഗ് ബോസിന് ശേഷമുള്ള ഒരാളുടെ ലൈഫ് ഒക്കെ ആണെന്ന് ഒരു കഥ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൂടെയൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ അകത്തേറി പോയത്. കിട്ടി, എനിക്ക് തന്നെ കിട്ടി. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി. ഫണ്ണൊക്കെ ഉണ്ടെന്നേ, രസമുള്ള പരിപാടിയാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് മൈറ്റ് ഫീൽ ദിസ് ഇസ് ജസ്റ്റ് എ ഷോ. ഇതിനെ ഒരു ബിയോണ്ട് ലാർജർ ദാൻ ലൈഫ് ആയിട്ടൊക്കെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയുന്ന ഓഡിയൻസിനോട് എന്തായിരിക്കും പറയുക? കറക്റ്റാണ്. വാട്ട് യു ആർ തിങ്കിങ് ഈസ് റൈറ്റ്. നിങ്ങൾ അതിനൊരു ഷോ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സൈബർ ബുള്ളിങ്, ഈ പറഞ്ഞ ഇത്രയും ഫാൻ ഫോളോയിങ്, ഇങ്ങനത്തെ അറ്റാക്സ് ഒന്നും ഒരാൾ കിട്ടില്ല. ബിഗ് ബോസ് ഷോ അത്രയും TRP കിട്ടത്തില്ല. ക്രിട്ടിസൈസ് ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, ദാറ്റ്സ് ദ വേർഡ്. ഇഫ് ഐ സേ സിബിൻ ചേട്ടനോട് ചെയ്തത് മോശമായി പോയി, അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് ഞാൻ പറയുന്നത് എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, അത് ഞാൻ ചേട്ടനോട് പറയാം. പക്ഷെ ഞാനത് വേറെ രീതിയിൽ വിളിക്കാറുണ്ട്, എനിക്ക് പച്ചത്തറി ഇട്ടാറുണ്ട്. പക്ഷെ ഇവരൊക്കെ ഫേക്ക് അക്കൗണ്ട്സ് ആണ്. അതാണ് തലയില്ലാത്ത പട്ടികൾ കുരിക്കുന്നു ഞാൻ പറയുന്നു. ലെറ്റ് ദം ബാർക്ക്, നോബഡി ഈസ് ഗോണ റെസ്പോണ്ട്. ഇപ്പം ഞാൻ ഇന്നലെ അല്ല, ഒരു മെനിഞ്ഞാന്ന് ഞാൻ ഗോപ്രോ മച്ചാൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബർ ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, സിബിനെ ഞങ്ങൾ ചീത്ത വിളിച്ച്, അതായത് ജാസ്മിൻ്റെ PR ഗ്രൂപ്പിലൊന്നും ഒരു ഓഡിയോ മെസ്സേജ് പുള്ളി പ്ലേ ചെയ്താൽ സിബിനെ ചീത്ത വിളിച്ച് അവൻ്റെ എല്ലാ വീഡിയോയുടെ അടിയിലും അവനെ ചീത്ത വിളിച്ച് അവനിപ്പോൾ ഏതാണ്ട് ഒതുങ്ങിയിട്ടുണ്ട്. ഇതാണ് അവർക്ക് ചീത്ത വിളിച്ച് നമ്മൾ ഒതുക്കുക. ഇനി നമുക്ക് വേറെ ആൾക്കാരെ അങ്ങനെ എന്തോ പറയുന്ന സാധനം. ഒതുങ്ങിയിട്ടൊന്നുമില്ല. അതെ, ഇപ്പൊ കുറച്ച് ട്രാവലിംഗിലായിരുന്നു, അതുകൊണ്ടാണ്. ഇന്ന് 2 പോയിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എങ്ങനെ എടുക്കും? അക്സെപ്റ്റ് ചെയ്യും. നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം വരുന്നത്. പറഞ്ഞിട്ടുണ്ട്. പിന്നെ സിബിൻ അത് നീ ജാസ്മിനെ ഇങ്ങനെ ബുള്ളി ചെയ്തത് ശരിയായില്ല, അത് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ അവരുടെ എക്സ്പ്ലെയിൻ ചെയ്യും. ഞാൻ ബുള്ളി ചെയ്തതല്ല, ഞാൻ എൻ്റെ ഗെയിമാണ് ചെയ്തത്. ആ ഗെയിം എന്നോട് എല്ലാവരോടും ഞാൻ ജാസ്മിനോട് പെരുമാറുന്നത് പോലെ അല്ല ഞാൻ പെരുമാറിയത്. ജാസ്മിൻ എന്നോട് പെരുമാറുന്ന രീതിക്കാണ് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നത്. എന്നോട് വി ഹാഡ് ആൻ ആർഗ്യുമെന്റ് വിത്ത് ഋഷി ആൻഡ് ഓൾ. ഞാൻ ഋഷിയും ഫൈറ്റ് ഉണ്ടായിരുന്നു. ഋഷി എന്നോട് എങ്ങനെയാണോ ഫൈറ്റ് ചെയ്യുന്നത് അതുപോലെ ഋഷിയോട് റെസ്പോണ്ട് ചെയ്യുള്ളൂ. അൻസിബ എന്നോട് ഫൈറ്റ് ചെയ്തു, അതിന് എങ്ങനെയാണോ അങ്ങനെ റെസ്പോണ്ട് ചെയ്യുള്ളൂ. അപ്പോൾ ദാറ്റ്സ് നോട്ട് ബുള്ളിങ്.
അല്ലാണ്ടുള്ള ഈ ലിമിറ്റ് വിട്ടു പോകുന്ന അതും ഞാൻ മൈൻഡ് ചെയ്യില്ല, ഇഗ്നോർ ചെയ്യും. യു ഇഗ്നോർ. പക്ഷെ എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ചെപ്പക്കുറ്റി അടിച്ച് ഞാൻ പൊട്ടിക്കും, അത്രേ ഉള്ളൂ. ധൈര്യമുള്ളവന്മാർ അങ്ങനെ ചെയ്യാൻ പറയണം. ഓക്കെ. ഈ ബോട്ട്സ് ടൈപ്പ് ഓഫ് അങ്ങനെ ജനറേറ്റ് ബോട്ട് അല്ലെന്ന് തോന്നുന്നു, ഇവര് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്യുന്നത്. അത്ര കമ്മിറ്റഡ് ആയിട്ടുള്ള പൈസ കിട്ടുന്നേ, കാശായി കൊടുക്കും ചിലപ്പോ. ഏത് ഇങ്ങനെ PR ടീംസിന് കാശായി കൊടുക്കും. പരിപാടി നല്ല നോക്കുന്ന അടുത്ത ദിവസം. വേണ്ട. ഇപ്പൊ ഞാനും സിൽവ മാസ്റ്ററും കൂടെ, സിൽവ മാസ്റ്ററിനെ അറിയാം, സിൽവ മാസ്റ്റർ ഞാനും കൂടെ ഒരു ഫോട്ടോ, ഞങ്ങളിപ്പോ ഒരു ഫോട്ടോ ഇട്ട് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തത്. അതിന്റെ അടി ഒരുത്തന്റെ കമന്റ് ആണ്, ജാസ്മിൻ ഒന്ന് ഇറങ്ങട്ടെ, നിന്നെ ഇപ്പം റെഡിയായി കളയും, നിന്നെ അവള് വലിച്ചീറി ഒട്ടി, ഇവിടെ ഈ സിൽവ മാസ്റ്റർ ഡേ അങ്ങനെ സ്റ്റണ്ട് മാസ്റ്റർ. ബുദ്ധിയില്ലാത്തവന്മാരുടെ കാര്യം. ഞങ്ങളൊരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ പോയിരുന്നു. അതെടുക്കാൻ പോകുന്നതിന് മുന്നേ ഞാൻ ഈ ചേട്ടൻ്റെ കോണ്ടന്റ് എന്തെങ്കിലും ഒക്കെ കാണുമ്പം അതിൻ്റെ ഇടയിൽ കുറേ ചീത്ത, മെജോറിറ്റി കുറേ ഇങ്ങനെ നെഗറ്റീവ് കോമെന്റ്സ് ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ചേട്ടന് വലിയ സപ്പോർട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ ശരിക്കും പബ്ലിക് ഒപ്പീനിയൻ എടുക്കാനായിട്ട് പുറത്ത് ആൾക്കാരോട് കുത്തിവയ്ക്കുമ്പോൾ ഞങ്ങൾ 10 പേരോട് ഒരു ഇതിൽ പറയുകയാണെങ്കിൽ, ജസ്റ്റ് ഒരു റേഷ്യോ പറയുകയാണെങ്കിൽ 10 പേരോട് ചോദിച്ചാൽ 9 പേര് സിബിൻ എന്ന് പറഞ്ഞു. ഓക്കെ, പുറത്ത് എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ വേറൊരു സാധനമാണ് കാണുന്നത്. അത് ഇതാ ഈ പറഞ്ഞ വിമർക്ക് പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നത് ചേട്ടാ. ഞാനതാ പറയുന്നത്, എന്നെ ഇത് ബോദർ ചെയ്തിരുന്നു. പക്ഷെ നമ്മൾ വെളിയിലൊക്കെ പോയി ഷോ ചെയ്യാൻ തുടങ്ങിയപ്പോഴും ആൾക്കാരുടെ സ്നേഹവും ആ ഒരു അക്സെപ്റ്റൻസും കാണുമ്പോൾ എനിക്ക് മനസ്സിലായി അതൊന്നും നല്ല പരിപാടി. ഇപ്പോൾ ഞാൻ ഷോ ചെയ്യാൻ പുറത്ത് വരുന്നു, ഇന്ത്യയുടെ വെളിയിൽ പോയി ഷോ ചെയ്തു, 2 സിറ്റിയിൽ പോയി ചെയ്തു. ഈ 2 സിറ്റിയിൽ നമുക്ക് ഭയങ്കര അക്സെപ്റ്റൻസ് ആണ്, ഭയങ്കര അക്സെപ്റ്റൻസാണ്. ഒരാളും വന്നിട്ട് എൻ്റെ അടുത്ത് മോശമായിട്ടൊരു വാർക്കും പറഞ്ഞില്ല, പറയുന്നതേ ഉള്ളൂ, നീ ഇറങ്ങി വരണ്ടായിരുന്നു അങ്ങനെ പറയും. പറയും അപ്പോഴെനിക്ക് അവരുടെ അടുത്ത് ഇനി പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ, ചേട്ടാ എന്നെ ഇറക്കി വിട്ടാണെന്ന്, ഞാൻ സോറിയൊക്കെ പറഞ്ഞിങ്ങ് വരും. അതെ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കുറേയൊക്കെ ട്രൈ ചെയ്യും, കുറേയൊക്കെ പറ്റില്ല, നമ്മൾ എക്സോസ്റ്റഡ് ആവും. എനിക്ക് ചേട്ടൻ്റെ കണ്ടതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു എലമെന്റ് പറഞ്ഞാൽ, ലൈക്ക് എന്താ കോൺട്രവേഴ്സി ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, ആൾക്കാർ ചീത്ത കളിക്കുന്നുണ്ട്, തെറി കളിക്കുന്നുണ്ട്, പക്ഷെ നമ്മളൊരു എന്താ നമ്മളപ്പോഴും ആ ഒരു ജോളി, ആ ഒരു വൈബിൽ തന്നെ. ഞാനിപ്പോൾ എനിക്കൊന്ന് യു ഡിഡ്ന്റ് നോ ദാറ്റ് I was expecting a question like that, too personal question. You didn't ask that question. എൻ്റെ വൈഫ് വന്നിട്ട് യൂട്യൂബിൽ വന്നിട്ട് എന്നെക്കുറിച്ച് എന്തോരം വേണ്ടാതീനങ്ങൾ പറഞ്ഞെന്നറിയാവോ? ഞാൻ ഇതുവരെ അതിന് മറുപടി കൊടുത്തിട്ടില്ല. എന്താ കാര്യം? അത് ചോദിച്ചില്ല കേട്ടോ, ഞാൻ പറയാം. അല്ല, ഇപ്പൊ ഈ പറഞ്ഞ ക്വസ്റ്റ്യനോട് ഞാൻ ഇങ്ങനെ ജോളി ആയിട്ടിരിക്കുന്നത്, എനിക്കറിയാം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. എനിക്ക് ഉറപ്പാണ് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഡിവോഴ്സ് ആവശ്യമുള്ളവർ കോടതി വന്ന് ഡിവോഴ്സ് എടുക്കണം. യൂട്യൂബിൽ ഡിവോഴ്സ് കൊടുക്കുന്ന പരിപാടിയെല്ലാം ഉണ്ടോ? എനിക്കറിഞ്ഞൂടാ. പിന്നെ എന്നിട്ട് ഏതോ ഒരു മോഡലുമായിട്ട് ബന്ധപ്പെടുത്തി എനിക്ക് പരസ്ത്രീ ബന്ധം എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരത്തി. ചാറ്റൊക്കെ വിടുന്നു, വിട്ടോ ചാറ്റ് വിടുമ്പോൾ എല്ലാം വിടണം, അങ്ങറ്റോ ഇങ്ങറ്റോ വിടണം. ദാറ്റ്സ് വാട്ട് ഐ മീൻ. എനിക്ക് പ്രശ്നമില്ല ഒന്നും, ഞാൻ അതിനൊന്നും മറുപടി. ഞാൻ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ഇത് വന്നോണ്ട് ചോദിക്കുകയാണ്. ഞങ്ങൾ പിരിഞ്ഞ താമസിക്കാൻ കൊണ്ട് 5 കൊല്ലമായി. ഇത് നിങ്ങൾ എഡിറ്റ് ചെയ്ത് വിടണേ പ്ലീസ്. ഞങ്ങൾ പിരിഞ്ഞ താമസിക്കാൻ തുടങ്ങിയിട്ട് 5 കൊല്ലമായി. ഈ 5 വർഷം ഇല്ലാത്ത പ്രശ്നം ഇപ്പം എങ്ങനെയാണ് വന്നത്? ഇപ്പം വന്ന് പബ്ലിക്കിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങി. When I was eliminated, when I was facing heavy cyberbullying, she actually contacted somebody from this Jasmine's army. പേര് നിയാസ്, എക്സ്ക്ലൂസീവ്. എന്നിട്ടാണ് എന്ന് പറഞ്ഞ ചാനലിനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. അവരെന്നെ അപ്രോച്ച് ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ മീഡിയ ചർച്ച ചെയ്യില്ല. എൻ്റെ മകന് അങ്ങനെ ഒരു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മീഡിയ കിടന്ന് നാളെ അവൻ്റെ ഫ്യൂച്ചറിനെ അത് എഫക്റ്റ് ചെയ്യും. ദർ ഇസ് എ പ്രോബ്ലം വിത്ത് മൈ സൺ, ഇറ്റ് ഈസ് മൈ പ്രോബ്ലം, ഇറ്റ് ഈസ് അവൻ്റെ അമ്മയുടെ പ്രശ്നം, അവൻ്റെ പ്രശ്നം, നോട്ട് ദ പബ്ലിക്സ് പ്രോബ്ലം. അത് ഫിക്സ് ചെയ്യേണ്ട ഞങ്ങളാണ്. അത് ഞങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ ഓക്കെ ആയി വരുന്ന ഒരു സാഹചര്യത്തിൽ യൂട്യൂബിൽ പോയിട്ട് സിബിൻ അടിക്കുമ്പോൾ ഈ സാധനമാണ് വരുന്നതെങ്കിൽ ദാറ്റ് വുഡ് അഗെയിൻ എഫക്ട് മൈ സൺ, റൈറ്റ്? സോ ഷീ ഷുഡിൻ ഡു ദാറ്റ്. ഇത് പബ്ലിക് ടേക്കപ്പ് ചെയ്യേണ്ട ഒരു വിഷയം അല്ലായിരുന്നു. ഡിവോഴ്സ് വേണമെങ്കിൽ കോടതി വന്ന്, ഞാൻ ഫയൽ ചെയ്ത ഡിവോഴ്സ് അവിടെ വന്ന് കോടതിയിൽ നിന്ന് ഡിവോഴ്സ് മേടിച്ച് പോവുക. അലിഗേഷൻസ് പറയുമ്പോൾ എന്തെങ്കിലും വസ്തുതകളുണ്ടാവുക. ഒരു പെൺകുട്ടിയുടെ പേര് ചേർത്ത് എൻ്റെ പേര് പറയുമ്പോൾ ആ പെൺകുട്ടിക്ക് ഒരു ലൈഫ് ഉണ്ടെന്ന് ചിന്തിക്കുക. അപ്പോൾ ഇതൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ ചുമ്മാ വന്ന് സിബിനെ കുറിച്ച് വേണ്ടാതിനം പറയുമ്പോൾ അതിൻ്റെ അടിയിൽ കമൻറ്റുകൾ ഞാൻ വായിക്കും. എൻ്റെ ഒരു വീഡിയോയുടെ അടിയിൽ, എൻ്റെ ഒരു വീഡിയോയുടെ അടിയിൽ ഒരാൾ കമൻറ്റ് ചെയ്തേക്കാം, കോപ്പി പേസ്റ്റ് 5 കമൻറ്റ് ഉണ്ട്. സെർച്ച് ഫോർ സിബിൻ ചിഞ്ചു, സെർച്ച് ഫോർ സിബിൻസ് വൈഫ് പ്രോബ്ലം, സെർച്ച് ഫോർ സിബിൻസ് വൈഫ് പ്രോബ്ലം എന്ന് പറഞ്ഞ് അവൻ്റെ ശരിക്കുള്ള സ്വഭാവം അറിയാൻ പറ്റും. ദെൻ വാട്ട് ഈസ് ദർ ഇൻറ്റൻഷൻ? റൂയിൻ മൈ ഇമേജ്. എന്നെ ഒന്നും എഫക്റ്റ് ചെയ്യില്ല, ബിക്കോസ് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഈ തെളിവ്, ഈ ചാറ്റുമൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ച് വന്നിരിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ സംസാരിച്ചത് പ്രൈവറ്റാണ്, നാട്ടുകാർ കാണണ്ട. എൻ്റെ ഭാര്യ ഞാൻ ചീത്ത പറയും, എൻ്റെ ഭാര്യയെ ഞാൻ കെട്ടിപ്പിടിക്കും. ദാറ്റ്സ് മൈ പേഴ്സണൽ സ്പേസ്.
ഒരിക്കലും പബ്ലിക്ക് ഞാൻ സംസാരിക്കാൻ താല്പര്യമില്ല. ഷീ സ്റ്റിൽ അപ്രോച്ചിങ് ലോട്ട് ഓഫ് മീഡിയാസ് ടിൽ നൗ. സിബിൻ ഫേസ് ടു ഫേസ് ചർച്ചയാണ്. എന്തിനാണ് ഇത്, കഥയിൽ ഇത് ജീവിതമാണ്. കോടതിയിൽ വരൂ, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ അവർ ശിക്ഷിക്കട്ടെ. ഓക്കെ, ഞാൻ തെറ്റ് ചെയ്ത് ഈ പറയുന്ന അലിഗേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രൂവ് ഇറ്റ് ഇൻ ദ കോർട്ട്. ഡു നോട്ട് ബ്രിങ് ഇറ്റ് ടു ദ പബ്ലിക്. വാട്ട് ഇസ് ദ പ്രൂഫ് ഷീ ഹാവ്? ഡസ് ഷീ ഹാവ് എ ഫോട്ടോഗ്രാഫ് മീ ബീത്തിങ് എ ഗേൾ? ഉണ്ടാവും. അതിൻ്റെ അടുത്ത് എനിക്ക് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ദിസ് ഇസ് എ റിക്വസ്റ്റ് ടു ഹർ. ദിസ് ഇസ് എ റിക്വസ്റ്റ് ഐ എം സെൻഡിങ് ടു. ഡു നോട്ട് ഡു ദിസ്. ഇത് പബ്ലിക്കിൽ സംസാരിക്കേണ്ട കാര്യമല്ല. നമ്മൾ വീട്ടിൽ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മുടെ മാത്രം കാര്യങ്ങളാണ്. അത് നമുക്ക് പ്രൈവറ്റ് സ്പേസിൽ സംസാരിക്കാം, പരിഹാരം ഉണ്ടാക്കാം. പേടിച്ചിട്ടൊന്നുമല്ല. എന്തിനാ ഞാൻ തിരിച്ച് സംസാരിക്കാൻ തുടങ്ങി ഇതിനേക്കാളും ഹേർട്ടായിരിക്കും യു വിൽ ഗെറ്റ്. ബിക്കോസ് ചാറ്റൊക്കെ എൻ്റെ ഉണ്ടല്ലോ, അത് വേണ്ട, നമുക്കത് ഒഴിവാക്കാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മീഡിയനെ ഹാൻഡിൽ ചെയ്യുന്നത്. കമ്മിങ് ടു ദാറ്റ് ക്വസ്റ്റ്യൻ, ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യത്തുള്ളൂ. എന്തിനാ മോളെ, ഞാൻ 5 കൊല്ലമായിട്ടും ഇത്ര നാളില്ലാത്ത യൂട്യൂബിൽ ഇപ്പം എന്തിനാ വന്നത്? 5 വർഷമായിട്ട്. ഇപ്പം ഞാൻ ലൈം ലൈറ്റ് വന്നപ്പോൾ സിബിൻ്റെ ഇമേജ് ഒന്ന് സ്പോയിൽ ചെയ്തേക്കാം. എന്നിട്ട് എനിക്ക് അയച്ച മെസ്സേജ് എൻ്റെ കയ്യിലുണ്ട്. ഷീ വാസ് ആസ്കിങ് ലൈക്ക് ദിസ് ഈസ് ഹൗ ഡിവോഴ്സ് വർക്ക്സ്, ഗിവ് മീ മണി, ഐ സ്റ്റോപ്പ് ടോക്കിംഗ്. പൈസ തരൂല, നീ പറ. ചോദിച്ചു മനഃപൂർവ്വം സ്കിപ്പ് ചെയ്താ? ഓക്കെ, ദാറ്റ്സ് മൈ തിങ്. ഈ ചേട്ടൻ പറഞ്ഞ സെയിം റീസൺ തന്നെ. രണ്ട് പേഴ്സണൽ, അതായത് കല്യാണം, പ്രണയം, ഇതൊന്നും ഒരു പബ്ലിക്കിന് എടുത്തെടുത്ത് ചോദ്യം ചെയ്യാനുള്ള അവകാശം, എനിക്കത് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. സോ ദാറ്റ്സ് റീസൺ വൈ ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്താ പറയുക, നമ്മൾ 2 പേര് പിരിയുമ്പോൾ നമ്മൾ കോമ്പാറ്റബിൾ അല്ലാത്തതുകൊണ്ടാണ് പിരിയുന്നത് എന്ന് കരുതി നമ്മൾ മറ്റയാളെ കുറിച്ച് നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുമോ? ഉറപ്പായിട്ടും പറയില്ല. അവന് പ്രശ്നമുള്ളതുകൊണ്ടാണ് ഞാൻ അവനെ വിട്ടിട്ട് പോയത്. ഞാനതാ പറയുന്നത്. ഞാൻ എല്ലായിടത്തും, ഞാൻ ഒരിടത്ത് പോലും ഇദ്ദേഹത്തെ മോശമായിട്ട് സംസാരിച്ചിട്ടില്ല, ഇനിയും സംസാരിക്കില്ല. ഇപ്പോഴും ഞാൻ തന്നെ പറയുന്നത്, എൻ്റെ ഭാഗത്താണ് തെറ്റ്, ഞാനാണ് പ്രശ്നക്കാരൻ. അതുകൊണ്ട് ഞാൻ നിങ്ങൾ വേണ്ടെന്ന് വെച്ച് പോയി, സമ്മതിച്ചു. പക്ഷെ വേണ്ടാതീനം പറയരുത്. ഈ പറയുന്ന എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്നും എൻ്റെ മോനെ ഞാൻ നോക്കാതിരുന്നു എന്നൊന്നും വേണ്ടാത്തരം പറയരുത്. അത് തെമ്മടുത്ത കള്ളത്തരം. ഡോണ്ട് ഡു ദാറ്റ്. എൻ്റെ സ്വഭാവം ശരിയില്ലെന്ന് പറ, ഞാൻ നിങ്ങളെ നോക്കുന്നില്ല എന്ന് പറ. ശരി, നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങളെ നോക്കുന്നില്ല, അങ്ങനെ പറയൂ. അല്ലാതെ ഒരിക്കലും ഇമാതിരി പരിപാടി പറയരുത്. എന്തിനാണ് ആ കുട്ടിയുടെ ലൈഫൊക്കെ നശിപ്പിക്കുന്നത്? അവർ കല്യാണം കഴിച്ച് ജീവിക്കുകയാണ്, പാവം. ആൻഡ് വി ആർ ഇൻ ഗുഡ് ടേംസ് നൗ. വാട്ട് ഈസ് ദ പ്രോബ്ലം ഷീ ഈസ് ഹാവിങ് നൗ? അപ്പോൾ ഈ സിറ്റുവേഷൻസിലൊക്കെ, ഐ മീൻ, ഇഫ് യു ഡോണ്ട് മൈൻഡ് മീ ആസ്കിങ്, ഡു യു മിസ് യുവർ സൺ? ലൈക്ക് ഒബ്വിയസ്ലി യു വിൽ മിസ് യുവർ സൺ. എൻ്റെ അടുത്ത് ഇന്നലെ ചോദിച്ചു പൂജ, 1 2 3 ഇട്ടിട്ട് നിനക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരുടെ പേര് പറയുന്നത്. 1 is my son. She was expecting me to say my name, but I said my son. And it's my blood. മാറില്ല, മിസ്സാവും. മിസ് ചെയ്തല്ലേ പറ്റൂ. Obviously. പിന്നെ കാണാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ തെറ്റാണെന്നൊക്കെ പറഞ്ഞു. തെറ്റൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, കോടതിയിൽ മോനെ പ്രൊഡ്യൂസ് ചെയ്യുന്നും പറഞ്ഞിട്ട് ഞാനൊരു കസ്റ്റോഡിയൻഷിപ്പ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴിഞ്ഞ 3-4 സിറ്റിംഗ് ആയിട്ട് പ്രൊഡ്യൂസ് ചൈൽഡ് എന്ന് പറഞ്ഞ് ഓർഡർ ഇട്ടിട്ടുണ്ട്. ഒരു ദിവസം പോലും കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഞാൻ അവരുടെ വീട്ടിൽ കാണാൻ പോയി കഴിഞ്ഞാൽ അത് ഡൊമസ്റ്റിക് വയലൻസ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മേളിൽ ചാർത്തി തരാം. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അത് പബ്ലിക്ക് പറയണ്ട, വിട്ടോ. ഓക്കെ, സോ ഈ സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ ഡു യു തിങ്ക് ലൈക്ക് കൂടെ ഒരാൾ വേണമായിരുന്നു, ലൈക്ക് ആസ് എൻ ഒരു നല്ലൊരു പാർട്ട്ണർ? അല്ല, നമുക്ക് ഡെഫിനറ്റ്ലി ഓബിയസ്ലി ഒരു കമ്പാനിയൻ വേണം. ഫോർ മീ എ കമ്പാനിയൻ ഈസ്, ഇപ്പോൾ എനിക്ക് ഈ അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനം കിട്ടില്ല. കൊടുക്കാൻ പറ്റും, എനിക്ക് കൊടുക്കാൻ പറ്റും, എനിക്ക് കിട്ടില്ല. ഐ മീൻ ഐ കാനോട്ട് എക്സ്പെക്ട് ഇറ്റ്. അങ്ങനെ തരുന്ന ഒരാൾ വന്നാൽ ഡെഫിനറ്റ്ലി ഐ വിൽ ഗോ ഫോർ ഇറ്റ്. അത് ഞാൻ ചുമ്മാ ജഡ്ജ് ചെയ്യരുത്. ഇപ്പോൾ എനിക്ക് 2 months എൻ്റെ പ്ലേറ്റിൽ എന്തോരം കാര്യങ്ങളുണ്ട്. ഒരു സൈഡിൽ ബിഗ് ബോസ്, ഒരു സൈഡിൽ എൻ്റെ മോൾ ഷൈൻ, ത്രെറ്റ്, എൻ്റെ കരിയർ, ലൈഫ്, ഫോർവേഡ്. ഇപ്പോൾ ഇവള് എൻ്റെ വൈഫ് വന്ന് പറയുന്ന കഥകൾ, സൈബർ ബുള്ളിങ്, ലോട്ട് ഓഫ് തിങ്സ് ഈസ് ഹാപ്പനിങ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. അപ്പോഴും എനിക്കൊരു കമ്പാനിയൻ ഉണ്ടെങ്കിൽ ആ കമ്പാനിയൻ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാത്തൊരു കമ്പാനിയൻ ആയിരിക്കണം. എനിക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ഡെഫിനറ്റ്ലി അങ്ങനെ ഒരാളുണ്ടായിരുന്നെങ്കിൽ നല്ലത്. ബട്ട് ലക്കിലി ഐ എം ഹാവിങ് ഫ്രണ്ട്സ്. ഐ എം ട്രൈങ് ടു ഗെറ്റ് ബാക്ക്. സേ ഐ ലോസ്റ്റ് മൈ സെൽഫ് കേട്ടോ. ഞാൻ വളരെ ഓപ്പണായിട്ട് പറയാം. എനിക്ക് എവിടെയോ ഞാൻ പോയി തിരിച്ചു പറഞ്ഞാൽ എനിക്ക് എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പം വഴിതെറ്റി പോയിട്ടുണ്ട്. അതൊക്കെ തിരിച്ചെനിക്ക് പിടിച്ചെടുക്കണം. ഞാൻ ട്രൈ ചെയ്യുക കാര്യമായിട്ട്. സോ ഇപ്പം നിലവിൽ എന്ത് സ്റ്റേറ്റിലാണ് ഉള്ളത്? ഇപ്പം ഐ എം ഫ്ലോട്ടിങ്. ഐ എം ഹൈ. ഞാൻ വെച്ചാൽ എയറിലാന്ന് പറയാം. ഇപ്പൊ ഞാൻ എയറിലാണ്. അങ്ങനെയൊക്കെ വിചാരിക്കാം. ഫ്ലോട്ടിങ്. ഐ എം എൻജോയിങ്. ആക്ച്വലി ഐ എം എൻജോയിങ് ദ റൈഡ്. നല്ല രസമുണ്ട്. ഞാൻ എല്ലാം തികഞ്ഞവൻ എന്നൊക്കെ പറയും കേട്ടോ ഇവന്മാര്, ഈ കമന്റ് ഇടുന്നവന്മാര്. ഞാൻ ചോദിക്കട്ടെ, അഭിപ്രായം എല്ലാവർക്കും പറഞ്ഞൂടെ? എന്നെ കുറിച്ച് വേറൊരാൾ പറയട്ടെ അഭിപ്രായം.
എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്, എൻ്റെ ഒബ്സർവേഷൻസ് ആണ് അത്. ഞാൻ ഈ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻ്റ് ആയതുകൊണ്ട് പറയാതിരിക്കാനൊന്നും പറ്റില്ല. ഞാൻ പറയും, എൻ്റെ അവകാശമാണ്, റൈറ്റ് ടു സ്പീച്ച്. ഇനി ആൾക്കാർ ചോദിച്ചാൽ ഇനിയും ഇതേപോലെ തന്നെ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ കടപെടാതെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, എല്ലാവരെയും കുറിച്ച് പറയാം. ഇപ്പൊ ഒരുപാട് പേരെ മിസ് ചെയ്ത് ഈ കോൺട്രവേഴ്സിയായിട്ട് ബന്ധപ്പെട്ട്. നിങ്ങളൊരു സീസൺ 1 ഒരാളെ മിസ് ചെയ്ത്, നിങ്ങൾ പോട്ടെ വിടൂ. അതാരായിരുന്നു? പുള്ളിക്കാരത്തി അത്യാവശ്യം എൻ്റെ പുറകെ ആയിരുന്നു കുറച്ച് ദിവസമായിട്ട്, ഇപ്പൊ കാണാനില്ല. അയ്യോ ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ മേ ബി എന്റെ കോണ്ടാക്റ്റിൽ വന്നിട്ടില്ലായിരിക്കും. എന്താ ചേട്ടാ അത്? ദിയാസനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ. പുള്ളിക്കാരത്തി ഇപ്പൊ എന്നെ കുറിച്ച് എന്തൊക്കെയോ വന്നിരുന്ന് പറയുന്നുണ്ടായിരുന്നു. ലൈവ് വരുന്നു, ഇപ്പത്തെ ഇന്നലെ ഒരു ഇന്റർവ്യൂവിൽ ഇരുന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എന്താണ്, അവൻ കരഞ്ഞിട്ട് പുറത്ത് പോണോന്ന് പറഞ്ഞിട്ടല്ലേ അവൻ പുറത്ത് പോയത്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ കരഞ്ഞിട്ട് പുറത്ത് പോണവരെയൊക്കെ ഇവര് പുറത്തിറക്കി വിടുവല്ലേ ചേച്ചിക്ക് ബുദ്ധിയില്ലേ? ചേച്ചി സീസൺ 1 തൊട്ട് ഷോ ആണെന്നല്ലേ, കരഞ്ഞ എല്ലാവരും ഇറക്കി വിട്ടു. അപ്പോൾ കരഞ്ഞിട്ട് പുറത്ത് പോകണമെന്ന് പറഞ്ഞു വിട്ടാ? ഈ പറയുന്ന ഈ സീസണിൽ എത്ര പേര് പറഞ്ഞ്? അഖിലേട്ടൻ പറഞ്ഞിരിക്കുന്നു, എല്ലാരും പറഞ്ഞു, ഇവരൊക്കെ വിട്ടോ? എനിക്കും തോന്നി അവൻ പാവമാണ്, അവനെ പുറത്ത് വിടണമായിരുന്നു എന്ന്. പിന്നെ നമ്മൾ എടുക്കാത്ത സാധനമാണത്. മഴ സമയത്താണ് കൂണ് വരുന്നത്, മഷ്റൂംസ്. അതുപോലെ ബിഗ് ബോസിൽ മാത്രം വരുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോഴൊക്കെ മാത്രം ഇങ്ങനെ വന്ന് ഒരു സീസണിൽ ആരെങ്കിലൊക്കെ സപ്പോർട്ട് ചെയ്യും, PR ഒക്കെ പിടിച്ചങ്ങ് പോകും. അങ്ങനെ വന്നിട്ട് പോണവരാ, വന്നിട്ട് പോട്ടെ പാവങ്ങൾ. അപ്പൊ ഈ അടുത്ത ഇനി ഒരു ബിഗ് ബോസ് സീസൺസ് ഒക്കെ ഉണ്ടാവുമ്പോൾ ചേട്ടന്റെ പേരും ഇതുപോലെ വലിച്ചിഴക്കപ്പെടാൻ സാധ്യത? തീർച്ചയായും സാധ്യത ഉണ്ടായിരിക്കും. ചേട്ടൻ വന്ന് ഇങ്ങനെ റിയാക്ട് ചെയ്യും ഇതുപോലെ? ഇപ്പം എനിക്ക് വേറെ പണിയുണ്ടെന്ന്, അത് നമ്മൾ വേറെ സിനിമയുടെ കാര്യമായിട്ടൊക്കെ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ ചോദിക്കും ബിഗ് ബോസിനെ കുറിച്ച് എന്താണെന്നൊക്കെ ചെയ്യാം. ഞാൻ ഇതേപോലെ ഇന്റർവ്യൂവിൽ പടം റിലീസ് നടക്കട്ടെ. അപ്പൊ ഞാൻ ചിലപ്പം മേ ബി യു വിൽ ആസ്ക് ചേട്ടാ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞു, യു വിൽ ആസ്ക്. അപ്പൊ നമ്മൾ അഭിപ്രായം പറയും, അല്ല അതിന്റെ പുറകെ ഇടം തൂങ്ങില്ല. ടൂ മച്ച്. അത് ഞാനൊരു ഫോട്ടോ ഇട്ട്, അറിയാവോ കഥ? ഞാൻ തന്നെ അത് ട്രാക്ക് ചെയ്തിട്ടല്ലേ. ഞാനൊരു ഫോട്ടോ ഇട്ട്, ആ ഫോട്ടോയുടെ താഴെ ഫോട്ടോയ്ക്ക് പിന്നിൽ മറ്റൊരു കഥ ജനറേറ്റ് ചെയ്യണം. ആ കഥയ്ക്ക് ഒരു തിരക്കഥ വരുന്നു, അത് ജനറേറ്റ് ആവുന്നു, സ്പ്രെഡ് ആവുന്നു, എൻ്റെ പേര് വരുന്നു. അപ്പം ഞാൻ മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥനാണ്, ഞാൻ മറുപടി കൊടുത്തു. പിന്നെ അതിന് ഞാൻ ഏതോ ഒരു സ്റ്റോറിയിൽ എവിടെയോ വരുന്നിട്ട് ഞാൻ എന്തോ പറഞ്ഞ എൻ്റെ പേര് അടുത്ത ലൈവ് വരുന്നു. ഇവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോരെ, ഇങ്ങനെ വിളിച്ചിട്ട് ഹലോ സിബിനെ ഇങ്ങനെ നീ പറഞ്ഞു. അത് ഇല്ല, ഇവർ ഇൻസ്റ്റാഗ്രാമിൽ കൂടെയാണ് മറുപടി വരുന്നത്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്, രാശോട്ട് പോട്ടെ പാവങ്ങൾ. എന്നിട്ട് ഇപ്പം അങ്ങനെ ഈ പറഞ്ഞ് ഇപ്പം ഇന്നലെ എങ്ങാണ്ട് ആരോ വിളിച്ചൊരു ഇൻ്റർവ്യൂ കൊടുത്ത് അവിടെ വന്നിരുന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. ചേച്ചി പോട്ടെ, പാവം ചേച്ചി. അതൊക്കെ ഉള്ളു. അയ്യേ കാര്യം ഇവരൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്നേ. ഞാനും തിരുവനന്തപുരത്തുകാരനല്ലേ, എനിക്ക് ഇവരൊക്കെ അറിയാമല്ലോ. ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ആക്ടിവിറ്റീസ് ആണ് കാണിക്കുന്നത് എനിക്കറിയാം. ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ദേ ഓൾസോ നോ ദാറ്റ് ഐ നോ ദം വെരി വെൽ. പക്ഷെ എന്ത് ധൈര്യത്തിലാണ് വന്നിരുന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ ഇതിന് മറുപടി ആയിട്ട് അടുത്ത ലൈവ് കാണുന്ന ആളെ ഇതിങ്ങനെ പൊക്കോണ്ടേ ഇരിക്കും അല്ലേ? ഞാൻ പോയി ഈ ലൈവിൽ ഒന്നിരുന്ന് പത പറയില്ല. ഞാനിങ്ങനെ ഇന്റർവ്യൂ ഒക്കെ കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ കുത്തിത്തിരിപ്പ് എന്റർടൈൻമെന്റ്, റൈറ്റ്? ഇറ്റ് ഈസ് എന്റർടൈൻമെന്റ്. നമ്മള് ബട്ട് യുനോ ഇവരത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിട്ടൊക്കെ ഒരു ഇന്റർവ്യൂ മറ്റേ ഈ ലൈവിൽ വന്നിരുന്നു. ഞാൻ ഫണ്ണായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം ഇത് ഇൻസ്റ്റിഗേറ്റഡ് ആവും, വരും റിപ്ലൈ, എനിക്കറിയാം. ഇങ്ങനെയുള്ളൊരു എന്താ പറയുക, ഒരു സ്പേസിൽ ഡീൽ ചെയ്യുമ്പം നമ്മൾ കെയർഫുൾ ആയിരിക്കണം. എന്തെങ്കിലും കാര്യമുണ്ടോ? ലൈക്ക് ഞാൻ കുറച്ചും കൂടി കോൺഷ്യസ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കും. ഞാൻ എങ്ങനെ ആയതുകൊണ്ടാണല്ലോ എനിക്ക് ബിഗ് ബോസിൽ ഇഷ്ടപ്പെട്ട തന്നെ ആൾക്കാർ. ഐ വാണ്ട് ടു റിമൈൻ ദ സെയിം. ഫിൽട്ടർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിൽ തോന്നുന്ന പറയാ, ഒതുക്കുന്നവന്മാർ ഒതുക്കിട്ട് അത്രേ ഉള്ളൂ. നമ്മൾ വാ കീറിയ ദൈവം അതിനുള്ള വകയും തരും, അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ആ ഒരു ഇതിലാണോ ഈ റീസെന്റ് ആയിട്ട് ഡാബ്സിയുടെ ഒരു സംഭവം? ഐ മീൻ ഞാൻ അതിലേക്ക് ഇനി ട്രാവൽ ചെയ്ത് വരുവാ. ഡാബ്സിയുടെ കോമഡി അല്ലേ? ഡാബ്സിയുടെ ഒരു പ്രശ്നം ആരെങ്കിലും ഐ ഡോണ്ട് നോ ഇഫ് സംബഡി ആരെങ്കിലും കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ, ഡാബ്സി സിംഗർ ഒരു വീഡിയോയില് ഭയങ്കര കോൺട്രോവേഴ്ഷ്യൽ ലാംഗ്വേജ് യൂസ് ചെയ്തു. ഞാൻ അതിനെ ട്രോൾ ചെയ്തൊരു സാധനം. ഞാൻ ഒരു ടെക്നീഷ്യനാണ്. ഞാൻ എൻഡ് ഓഫ് ദി ഡേ ഞാൻ ഷോസ് ഡയറക്റ്റ് ചെയ്യുന്ന ആളാണ്. എൻ്റെ സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുന്നത് പെർഫോമേഴ്സിനെക്കാളും എൻ്റെ ടെക്നീഷ്യൻസ് ആണ്. മൈ സൗണ്ട് എഞ്ചിനീയർ, മൈ ലൈറ്റ് ഡിസൈനർ, എൻ്റെ VJ, എൻ്റെ ബാക്ക് സ്റ്റേജ് ക്രൂ, ഇവരാണ് എൻ്റെ സൂപ്പർ സ്റ്റാർ. സ്റ്റേജിൽ കയറുന്നവർ എനിക്ക് സെക്കൻഡറി ആണ്. കാര്യം
സ്റ്റേജിൽ കയറുന്നവർ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുക നമ്മളാണല്ലോ, അതെങ്ങനെ പുറത്തു വരണമെന്ന് തീരുമാനം നമ്മളാണല്ലോ. പക്ഷെ അവന്മാരുടെ അറിയില്ല, അവന്മാരെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അത് അവനവൻ്റെ ജോലി ചെയ്യുന്ന സമയത്ത് യു ക്യാൻ ടെൽ ദറ്റ് എനിക്ക് കുറച്ച് ലെവൽ വേണം, എനിക്ക് കുറച്ച് ലെവൽ കുറയ്ക്കണം, കുറച്ചുകൂടെ വെക്കാവോ, അല്ലെങ്കിൽ എന്തിനാ ഇപ്പോൾ കുറച്ച്, ഇങ്ങനെയൊക്കെ ചോദിക്കാം. അല്ലാതെ അവൻ്റെ ഉപ്പൂപ്പനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ്. അതുകൊണ്ട് ഞാനൊരു എൻ്റർടൈനർ ഉണ്ട്, ഞാൻ എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ അതിന് റിയാക്ട് ചെയ്തു, അത്രേ ഉള്ളൂ. യു ഹാവ് യു സീൻ ദിസ് ഇസ് ഇറ്റ്, മൈക്കിൾ ജാക്സന്റെ ദിസ് ഇസ് ഇറ്റ് എന്ന് പറഞ്ഞൊരു ഡോക്യുഫിക്ഷൻ ഉണ്ടല്ലോ. പുള്ളി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഹൂ വാസ് മൈക്കിൾ ജാക്സൺ. അയാൾ സൗണ്ട് എഞ്ചിനീയർ ചോദിക്കുന്ന കുഡ് യു പ്ലീസ് റെഡ്യൂസ് ദി വോളിയം ഓൺ മൈ ഇയേഴ്സ്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ, താങ്ക് യു സോ മച്ച്, ഗോഡ് ബ്ലെസ് യു. അതാണ് മൈക്കിൾ ജാക്സൺ. റെസ്പെക്ട്. ആ സൗണ്ട് എഞ്ചിനീയറിന്റെ പണി എന്ന് പറഞ്ഞാൽ കിടക്കും. ഇവൻ ചുമ്മാ പാടിയാൽ മതി, പാട്ട് പിന്നെ പറയണ്ടല്ലോ, പാട്ടിട്ടിട്ട് അതിൻ്റെ മേളിൽ കൂടെ അല്ലേ പാടുന്നത്. അപ്പം പിന്നെ പുള്ളിക്ക് എന്ത് കേട്ടാ എന്ത്, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവൻ അതല്ല, ഇവൻ ഈ പറയുന്ന പരിപാടികളൊക്കെ പ്രോപ്പറായിട്ട് മിക്സ് ചെയ്ത് എന്തോരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സോ ഹി നീഡ് ടു ഡൂസ് ആൻഡ് ഡോൺസ്. റെസ്പെക്ട് ചെയ്യണം, അത്ര റെസ്പെക്റ്റിനാണ് ഞാൻ പ്രൊട്ടസ്റ്റ് ചെയ്തത്. യു ഹാവ് ടു റെസ്പെക്ട്. ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഉള്ള രീതി കുറച്ച് കൂടി പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? എന്റെ രീതികൾ ഇതല്ലേ, അതിനകത്ത് ചീത്ത ഡാപ്സി ഫാൻസ് ഒന്ന് ചീത്ത വിളിച്ചിട്ടുണ്ട്. നീ ഡാപ്സിയെ ട്രോളാനായിട്ടില്ല, നീ ഡാപ്സി എവിടെ കിടക്കുന്നു, നീ എവിടെ കിടക്കുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് കമന്റ്സ് ഞാൻ അതിൽ കണ്ടു. ഡാപ്സി ആരെന്നറിയാവോ, ഡാപ്സിനെ പോലെ നീ പാടിക്കാണിക്ക്, അങ്ങനെ അത് മൈൻഡ് ചെയ്യണ്ട. ഡാപ്സിയെ പോലെ പാടിക്കാണിക്കാനും ഡാപ്സിയെ പോലെ പാട്ട് എഴുതാനും പാട്ട് പറയാനും അറിയില്ലെങ്കിലും ചീത്ത വിളിക്കില്ല ഞാൻ ഒരുത്തനെ. സ്റ്റേജിൽ നിന്ന് മൈക്ക് എടുത്ത് എൻ്റെ ഒരു ടെക്നീഷ്യനെ അല്ലെങ്കിൽ ഏതൊരു ടെക്നീഷ്യനെ ആണെങ്കിലും ഞാൻ ചീത്ത വിളിക്കില്ല. ഇമാതിരി ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് ഞാൻ ബിഹേവ് ചെയ്യില്ല. ദേഷ്യപ്പെടാറുണ്ട് ഞാൻ സെറ്റിൽ, പക്ഷെ ഡിസ്റെസ്പെക്ട് ചെയ്ത് ഞാൻ പെരുമാറാറില്ല. ചേട്ടൻ ഫേസ് ചെയ്ത ഒരു സൈബർ ബുള്ളിങ് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഈ സെയിം പ്രോസസ്സിൽ കൂടെ ഇനി ഇപ്പം വീടിനകത്തുനിന്ന് എവിക്റ്റ് വരാൻ പോകുന്ന ഓരോരുത്തരും കടന്നു പോകാൻ സാധ്യതയുണ്ട്. ഹൗ യു സ്റ്റാൻഡ് വിത്ത് ദം? ഇഗ്നോർ എന്ന് പറഞ്ഞവരുടെ കൂടെ നിൽക്കും, നല്ലത്. എനിക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. ഓൺ ദ സെയിം നോട്ട്, ഇപ്പോൾ സംബഡി ഇഷ്ടമില്ലാത്ത ഒരാൾ, പേര് പറയുന്നില്ല, സ്മാർട്ട് ഗേൾ, ജനറലി ഇഷ്ടമല്ലാത്ത ആരും ഇല്ല അതിനകത്ത്. എന്തെങ്കിലും ഓക്കെ ഇഷ്ടമില്ലാത്തെന്ന് പറയണ്ട, ലെറ്റ്സ് ചേഞ്ച് ഇറ്റ്. ലൈക്ക് ഡിസഗ്രിമെന്റ്സ് ഉള്ള ഒരാൾ, ഓക്കെ കുറച്ച് ബെറ്റർ ആയിട്ട് പ്രൈസ് ചെയ്തല്ലോ. അപ്പോൾ ഡിസഗ്രിമെന്റ്സ് ഉള്ള ആൾക്കാർ പുറത്ത് വന്ന് ഇപ്പൊ സിബിൻ ചേട്ടന്റെ ഫാൻസ് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഫാൻസ് ചീത്ത വിളിക്കില്ല, 100% വിളിക്കില്ല. ബിക്കോസ് ദാറ്റ് വാസ് നോട്ട് മെയ്ഡ് ഫ്രം മണി, ദാറ്റ്സ് ഓർഗാനിക്. ഞാൻ ചോദിക്കട്ടെ, അവർക്ക് അങ്ങനെ ഒരു, എൻ്റെ ഫാൻസ് അല്ലെ എന്നെ ഇഷ്ടപ്പെടുന്നവരെന്ന് ഞാൻ പറയാം, അവർക്ക് കമന്റ് ഇടണമെങ്കിൽ ഈ ചീത്ത വിളിക്കുന്നവരുടെ താഴെ ഒന്ന് അവർക്ക് റിപ്ലൈ കൊടുത്തൂടെ? അവരാരും അത് ചെയ്യുന്നില്ലല്ലോ. ബിക്കോസ് എന്നെ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെയുള്ള ആൾക്കാരല്ല. ദേ ആർ ഓർഗാനിക്, ദേ ആർ ജെന്യൂൻ പീപ്പിൾ, ദേ വിൽ സിംപ്ലി ഇഗ്നോർ. ഓക്കെ. അപ്പം ഈ സപ്പോസ് അങ്ങനെ ആരെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നാൽ, നീ ഇപ്പം നമ്മളെ ഡീൽ ചെയ്ത ആ സെയിം രീതി ഉണ്ടല്ലോ, അത്രയും മോശമായിട്ട് കമന്റ്സ് ഇടുന്നു, അത്രയും റൂഡായിട്ട് സംസാരിക്കുന്നു, ഈ രീതിയിൽ അവരോട് ആരോടെങ്കിലും ബിഹേവ് ചെയ്യുകയാണെങ്കിൽ വാട്ട് വുഡ് യു ഫീൽ? എനിക്ക് അവരുടെ കൂടെ നിൽക്കും ഞാൻ. ബിക്കോസ് സൈബർ ബുള്ളിങ് ആരോട് ചെയ്താലും ഇറ്റ്സ് നോട്ട് ഓക്കെ, ഇറ്റ്സ് റോങ്, യു കനോട്ട് ഡു ദാറ്റ്. പിന്നെ ഒരാൾ, ഒരു ചേച്ചി ഇട്ടിരിക്കുന്ന കമന്റ് ആണ്, മുക്കുവൻ തന്നെ വിളിച്ചേക്കുക, നീ മുക്കുവൻ അല്ലേടാന്ന്. എന്താ കുഴപ്പം മുക്കുവനായോണ്ട്? ഐ കം ഫ്രം എ മുക്കുവ കമ്മ്യൂണിറ്റി. വാട്ട് ഈസ് യുവർ പ്രോബ്ലം ചേച്ചി? എന്താ ചേച്ചി ഞാൻ മുക്കുവൻ, എന്താ കുഴപ്പം? എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവരെ അങ്ങ് ഹേർട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. അവരെയൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ മുക്കുവനാണെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോയി, ചേച്ചി വീട്ടിൽ ഇരുന്ന് ഫേസ്ബുക്കിൽ കമന്റ് അടിയുമോ? എന്നെ ഇപ്പൊ 10 പേർക്ക് അറിയാം, ചേച്ചിയെ അറിഞ്ഞൂടെ ആർക്ക്? ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് ചേച്ചിയുടെ പേരറിയാം, ലൂസി. ചേച്ചി പോപ്പുലർ ആവട്ടെ. ചേച്ചിയുടെ കാര്യം, ചേച്ചി എല്ലായിടത്തും ഉണ്ട്. അതെ അല്ലേ? ഓ, എല്ലായിടത്തും ഉള്ള ചേച്ചിയാണ്. അപ്പൊ ചേച്ചിയല്ല, ചേച്ചിയോ അതൊരു ബോട്ട, അങ്ങനെയായിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എനിക്ക് എൻ്റെ ഒരു ഗസ്സാണ്, ഇപ്പം ചേട്ടൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു നേച്ചർ വെച്ചിട്ട് സ്കൂളിലൊക്കെ ഭയങ്കര തല്ലിപ്പൊളിയായിരുന്നു. അത്യാവശ്യം അല്ല, അമ്മാതിരി തല്ലിപ്പൊളിയല്ല, ഓക്കെ, ഒരു മയമുള്ളൊരു തല്ലിപ്പൊളി പയ്യനായിരുന്നു. ലോക്കൽ തല്ലിപ്പൊളി, വെറുപ്പിക്കില്ല, ഇല്ല ഇടി ഉണ്ടാക്കലൊന്നും ഇല്ല, ആ മോഡൊന്നും ഇല്ല. പക്ഷെ ടീച്ചർമാർ എന്നെ, ലൈക്ക് എൻ്റെ ഇംഗ്ലീഷ് ടീച്ചർ എന്നെ വിളിക്കുന്നത് സ്വീറ്റ് റാസ്കൽ എന്നാണ്. സ്വീറ്റ് റാസ്കൽ. ഞങ്ങൾ ഭയങ്കര സ്റ്റിൽ വി ടോക്ക്. എൻ്റെ 8th സ്റ്റാൻഡേർഡ് തൊട്ടുള്ള എൻ്റെ ഇംഗ്ലീഷ് ടീച്ചറാണ്. 8, 9, 10 കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ടും വി ആർ ഇൻ ടച്ച്. അതുപോലെ കുറേ ടീച്ചേഴ്സ്, നോട്ട് ടു എല്ലാവരും ഇല്ല, 2-3 ടീച്ചേഴ്സൊക്കെ ഇപ്പോഴും ടച്ചിലുണ്ട്. അവർക്കൊക്കെ എന്നെ ഇഷ്ടമാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ ചീത്ത പറയുന്നത് തന്നെയാണ്. എനിക്ക് റിലേറ്റ്, നമ്മുടെ ക്ലാസ്സിലൊക്കെ കാണും അങ്ങനത്തെ ആ മോഡാണ് ഞാൻ. അലമ്പാണ്, പക്ഷെ വെറുപ്പിക്കില്ല. ഇവർക്ക് എന്നെ ഉപദ്രവിക്കാൻ മടിയായിരിക്കും. നിന്നെ എന്ത് ചെയ്തു, അതന്നെ പൊക്കോ, ജീവിച്ച് പൊക്കോ, ആ മോഡാണ്. പഠിക്കും തെറ്റില്ലാതെ, അതുകൊണ്ടാണ് പഠിക്കുമായിരുന്നു, അങ്ങനെ പറയാം. അങ്ങനെയാണെങ്കിൽ ഏതാ ഫേവറേറ്റ് സബ്ജക്ട്? മാത്സ്. മാത്സ് നന്നായിട്ട് പഠിക്കും. അതായത് എനിക്ക് 6th വരെ എനിക്ക് മാത്സിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു.
7, 8, 9 പോട്ടലായിരുന്നു. പോട്ടി തരിപ്പണമായി ഞാൻ. മാത്സ് കുഴപ്പം തുടങ്ങി ഞാൻ. കുറച്ചുകൂടി ഡാൻസ് ഒക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ പൊട്ടി. പിന്നെ 10th എത്തിയപ്പോൾ മാത്സിൽ തിരിച്ച് കയറി വന്നു ഞാൻ. യെസ്, എനിക്ക് A+ ഒക്കെ ഉണ്ടായിരുന്നു. മാത്സിന് A+ ആയിരുന്നു. പഠിപ്പിസ്റ്റല്ല പഠിക്കും. ബാക്ക് ബെഞ്ചർ ആയിരുന്നോ? അല്ല, സൈഡ് ബെഞ്ചർ. സോറി, അതെ, ഒരു ക്ലാസിന്റെ ഏത് ഭാഗത്തായിട്ട് ഞങ്ങളെ ഒരു സൈഡ് ബെഞ്ച് ഉണ്ട്. ആക്ച്വലി ഞങ്ങളുടെ സ്കൂളിൽ അങ്ങനെ ഒരു സൈഡ് ബെഞ്ച് കാറ്റഗറി ഉണ്ട്. സത്യമായിട്ടുണ്ട്. അതൊരു എക്സ്ക്ലൂസീവ്. ആ സൈഡ് ബെഞ്ചിൽ എന്നെ ഇരുത്തു. ബാക്കിൽ സൈഡ് ബെഞ്ചർ. ഇതൊരു പുതിയ കാറ്റഗറി അതുകൊണ്ടുണ്ട്. ഹോളി ട്രിനിറ്റിയിൽ ഞാൻ പഠിച്ചത്. അവിടെ സൈഡ് ബെഞ്ച് ഉണ്ട്. ഞാൻ സൈഡ് ബെഞ്ചറാണ്. അത് കൊള്ളാട്ടോ, നല്ലൊരു കോൺസെപ്റ്റ്. അതായത് ഇറങ്ങി ഓടാനും എളുപ്പമാണ്, കയറി ഇരിക്കുന്ന ടീച്ചേഴ്സിന് ലെഫ്റ്റ് സൈഡിൽ നീ അവിടെ ഉണ്ടാവും. ആ മോഡാണ്. മുമ്പിൽ കാണുന്ന ഇഷ്ടമല്ല. കൗണ്ടറൊക്കെ വരുമ്പോഴേ സൈഡ് മുമ്പിൽ നിന്ന് അവർക്ക് ബുദ്ധിമുട്ടാവും പഠിപ്പിക്കാൻ. അപ്പൊ 10th കഴിഞ്ഞിട്ട് പിന്നെ എന്തായിരുന്നു? സയൻസ് ആണോ? സയൻസ് കമ്പ്യൂട്ടർ സയൻസാ പഠിച്ചത്. മാത്സ് പിന്നെ സയൻസ്, കമ്പ്യൂട്ടർ സയൻസാ പഠിച്ചത്. അപ്പൊ എങ്ങനെയാ ആ ഒരു സ്കൂൾ ലൈഫിൽ എത്തിയപ്പോഴേക്കും സെന്റ് ജോസഫിലാണ് പഠിച്ചത്, +1 +2. അപ്പൊ എന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏഷ്യാനെറ്റിലെ റിയാലിറ്റി ഷോ തകതിമി എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പൊ എന്റെ പഠിത്തമൊക്കെ ഉൾട്ടായി. സ്കൂളിൽ പോവാറേ ഇല്ല. അങ്ങനെയാണ് എന്ന് വെച്ചാൽ ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഷോസ് വരും. ആ ഷോസ് ചെയ്യാൻ പോവാ, ട്രാവൽ ചെയ്യാൻ തുടങ്ങി ഒത്തിരി. അങ്ങനെ കുറെ പരിപാടികളൊക്കെ പിടിച്ച് നമ്മളങ്ങ് എന്താ പറയാ ഡാൻസിന്റെ വഴിയിലേക്ക് അങ്ങ് പോയി, ആർട്ടിലേക്ക് അങ്ങ് പോയി. പക്ഷെ ആ സമയത്ത് എന്നെ സ്കൂളിൽ ഒത്തിരി സപ്പോർട്ട് ചെയ്ത് എൻ്റെ ടീച്ചേഴ്സ് അവരൊത്തിരി സപ്പോർട്ട് ചെയ്തു. ലൈക്ക് ഞാൻ ഈ സത്യം പറയാമല്ലോ, ഞാൻ കെമിസ്ട്രി ലാബിൽ കയറി എൻ്റെ +2 എക്സാമിന് ഞാൻ വായം പൊളിച്ചിരുന്നു. ഞാൻ ടെസ്റ്റ് പഠിച്ചിട്ട് ഇതെന്ത് ചെയ്യുവോടെ, എന്ത് ചെയ്യണ്ടേ എനിക്ക് ലിറ്ററലി അറിയില്ല. ബിക്കോസ് എന്റെ റെക്കോർഡ് ഇടുന്ന എന്റെ ഫ്രണ്ട്സ് ആണ്. എനിക്കറിയില്ല എന്താ പരിപാടി, ഇതെന്താ ചെയ്താ ഇതെന്താവും എനിക്ക് അറിഞ്ഞൂടാ. സംഭവം നീല കളർ വരണം. അപ്പൊ എന്റെ ഫ്രണ്ട് അവന്മാര് ഇങ്ങനെ കാണിയാ ഓക്കെ. പക്ഷെ എനിക്ക് മിനിമം മാർക്ക് കിട്ടിയുള്ളൂ കേട്ടോ ലാബിൽ. തേഞ്ഞു പോയി. കെമിസ്ട്രിക്ക് മാത്രം. ബാക്കിയില്ല. +1 +2 ഒക്കെ എനിക്ക് ഭയങ്കര ഭീമാകാരമായ മാർക്കൊന്നും 80% കിട്ടിയപ്പോഴുള്ളൂ. ഭയങ്കരമായിട്ട് പഠിക്കാനൊന്നും എനിക്ക് പറ്റില്ല. സോറി, ഇത് ശ്രദ്ധിക്കണം, 80% കിട്ടിയുള്ളൂ +2. പിന്നെ ഞാനൊരു 95 ഒക്കെ. IIT JEE ചെയ്യാനുള്ള ഞാൻ IIT ഒക്കെ എഴുതിയ IIT പ്രിലിംസ് കിട്ടിയ എനിക്ക്. പിന്നെ ഞാൻ പറയില്ല, പെട്ടെന്നായിരുന്നു എന്റെ ലൈഫ് ഷിഫ്റ്റ്. അത് ഭയങ്കര ഷിഫ്റ്റ് ആയി. IIT-ലൊക്കെ പോയി വേറൊരു രീതി നന്നായെന്ന് എനിക്ക് തോന്നുള്ളൂ. ഉറപ്പായിട്ട് എനിക്കൊന്നും പറ്റില്ല. അങ്ങനെ റിഗ്രറ്റ് ഒന്നുമില്ല എനിക്ക്. ദിസ് ഇസ് മൈ ട്രാക്ക്, ദിസ് ഇസ് വാട്ട് ഐ ലവ്. ബിക്കോസ് ഞാൻ ഈ പറഞ്ഞല്ലോ, നമ്മൾ ഈ പഠിച്ചൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ ഈ ടെക്നോ പാർക്കിലൊക്കെ പഠിപ്പിക്കാൻ പോകും കൊറിയോഗ്രാഫി. അവന്മാരുടെ ലൈഫ് നമ്മൾ കാണുന്നില്ലേ, പാവങ്ങൾ. അവന്മാര് പറയും ചേട്ടാ നിങ്ങളുടെ ലൈഫൊക്കെ സൂപ്പർ ആയിട്ട്.